എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. SSLC മെയിൻ എക്സാമിൻ്റെ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ്. ആൻസർ എ, ജെയിംസ് രണ്ടാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം. ആൻസർ ഡി, സൂറത്ത്. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിൽ ഏതാണ്? ആൻസർ സി, ഇന്തോനേഷ്യ. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ആൻസർ എ, ബീഗം ഹസ്രത്ത് മഹൽ. അപ്പൊ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി. അത് അന്നത്തെ കറണ്ട് അഫയേഴ്സിൽ തന്നതാണ്. ദുബായ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്. ആൻസർ ഡി, കോണ്ടൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക്ടക് തടാകം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ബി, മണിപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റാണ്. ആൻസർ എ, ലൂ. 2021 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരുവിധം നമ്മൾ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 160ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ല മാർക്ക് തന്നെ നേടാൻ സാധിക്കും. അപ്പൊ അത് നോക്കാൻ മറക്കരുത്. ഒരു വീഡിയോ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം അതിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്നുപോലും വിടാതെ കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. ആൻസർ ബി, ഛാറിയ. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്ത്? ആൻസർ എ, ഇൻസ്പിരേഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായത്? താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കണം. സുസ്ഥിര വികസനത്തിന് താപവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. ഇതിലേതാണ് ചേരുന്ന കോഡ്? 2ഉം 3ഉം മാത്രമാണ് തെറ്റായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. ഔട്ട്സോഴ്സിംഗ് പുറംവാങ്ങൽ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു. ആൻസർ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സംഘടിത മേഖലയുമായി ഓർഗനൈസ്ഡ് സെക്ടർ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഗവൺമെന്റ് നിയന്ത്രണമുണ്ട്. താഴ്ന്ന വരുമാനം. ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ആൻസർ എ ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ആബിദ് ഹുസൈൻ കമ്മീഷൻ വ്യാപാര നയ പരിഷ്കരണം. ഹരിത വിപ്ലവം പഴം പച്ചക്കറി കൃഷി. ബട്ട്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനം. സുവർണ വിപ്ലവം വിപണന മിച്ചം. ആൻസർ എ ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020-21 സാമ്പത്തിക സർവേ പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എന്തായിരിക്കും? അത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചതാണ്. 11% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് NA പൽക്കിവാല വിശേഷിപ്പിച്ചത്? ആൻസർ ബി, ആമുഖം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ? ആൻസർ ഡി, PK തുങ്കൻ കമ്മിറ്റി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? ആൻസർ സി, അനുച്ഛേദം 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? ആൻസർ എ, അയർലൻഡ്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് കേട്ടോ. സഞ്ജീവ് ഖന്നയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. അത് 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കണേ. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആയ കാരണമാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതില് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, 51ാമത്തെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം? ആൻസർ എ, പാട്ടം വിളംബരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ? ആൻസർ സി, റവന്യൂ മന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ്? ആൻസർ എ, ഓപ്പറേഷൻ വാത്സല്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ? പി സതീദേവി ആണ് ഇപ്പോഴത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി? ആൻസർ ബി, പാൻക്രിയാസ്. പരിസ്ഥിതി സംഘടനയായ IUCN-ന്റെ ആസ്ഥാനം? ആൻസർ സി, സ്വിറ്റ്സർലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോവിഡ് രോഗകാരിയായ SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസാണ്? ആൻസർ എ, RNA വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BCG വാക്സിൻ ഏത് പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്? ആൻസർ ഡി, ക്ഷയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖരമാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ശുചിത്വ പുരസ്കാരം? ആൻസർ എ, നവകേരള പുരസ്കാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബസ്സിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.5 മീറ്റർ ആണ്. ഇതിന്റെ വക്രത ആരം നിർണയിക്കുക? ആൻസർ എ ആണ്, 1 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധ്രുവ പ്രദേശത്തു നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിന്റെ മൂല്യം, അതായത് ജിയുടെ മൂല്യം എന്താണ് ഉണ്ടാവുക? ജി കുറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം? ആൻസർ സി, സമത്വരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഏത്? ആൻസർ എ, ഹീലിയം. ഡയമണ്ടിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഏത്? ആൻസർ ഡി, നൈട്രജൻ. 1ാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ഏത്? ആൻസർ എ, ക്ലോറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാണ്? ആൻസർ ബി, അമീർ ഖുസ്രോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ്? ആൻസർ സി, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MT വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഡി, അസുരവിത്ത്. അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ആൻസർ എ, വെള്ളായണി കായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിത? അത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്, അവനി ലേഖര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്?
ഇതൊക്കെ 2020 ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം നിങ്ങൾ പഠിച്ചു വെക്കുക. പോൾ സക്കറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MAN-ന്റെ പൂർണ്ണരൂപം. ആൻസർ സി, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസില്ല ഫയർഫോക്സ് എന്തിനു ഉദാഹരണമാണ്? ആൻസർ എ, ബ്രൗസർ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? ആൻസർ ഡി, IRNSS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? ആൻസർ ബി, റാം, റാൻഡം ആക്സസ് മെമ്മറി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാരെ? ആൻസർ സി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയല്ലാത്തത് ഏത്? ആൻസർ എ, ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGO-കളുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചുമതലയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവരെ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ? ആൻസർ എ, 2 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക, പെൺകുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം ഉറപ്പുവരുത്തുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക, ലിംഗാധിഷ്ഠിത ഗർഭഛിദ്രം തടയുക. ആൻസർ ഡി ആണ്. 1, 3, 4 ആണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.